തേങ്ങ വറുത്ത തേങ്ങ ഇട്ട് അരച്ച് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു അരപ്പായിട്ടുണ്ട്. ഇനി ഇത് താളിക്കണം അല്ലേ? ശരിക്കും ഒരു പേസ്റ്റ് രൂപമായി. ഇനി ഇത് നമ്മൾ ചീഞ്ചട്ടിയിൽ ഇട്ടിട്ട് താളിക്കണം. താളിച്ചിട്ടാണ് നമ്മൾ എന്താണ് പോട്ടിയിലിട്ട് വേവിക്കുന്നത് അല്ലേ? ഇങ്ങോട്ട് ഒഴിക്കാവോ ഇപ്പോൾ? ഇതൊക്കെ ആദ്യമാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ മൂപ്പിച്ചിട്ട് ഉള്ളിയും ഇത് ചുവന്നുള്ളി ചെറുള്ളി അരിഞ്ഞതും എല്ലാം കൂടിയിട്ട് ഒന്ന് താളിച്ചെടുക്കണം. സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ പോട്ടിയിൽ ഓൾറെഡി എണ്ണ വേവിച്ച് വെച്ചിട്ടുണ്ട്. സവോള ഒന്നും ഇതിനകത്ത് ഇടില്ല, അതിനകത്ത് ചെറുള്ളി ഇട്ടിട്ടാണ് എണ്ണ മൂപ്പിക്കുന്നത്. ചൂട് വരുന്നുണ്ട്. ചൂടായി എണ്ണ ചൂടായിട്ട് അതിനകത്തോട്ട് നമ്മൾ ചെറുള്ളി ഇട്ടിട്ട് ഇനി ഇതിൻ്റെ ഒപ്പം എന്തൊക്കെയാണ് ചേർക്കുന്നത്? ഇത് ഉള്ളി മാത്രം ഇട്ട് ഒരു പച്ചയുള്ളിയുടെ ഫ്ലേവർ ഇങ്ങനെ മൂത്തിക്ക് അടിക്കുന്നുണ്ട് ശരിക്കും. ഇങ്ങനെ ഇരിക്കും. ഈ ഒരു ഫ്ലോയിലായിരിക്കും ശരിക്കും അരപ്പ് ലൂസായിട്ടല്ലേ. ആ ഗ്രേവിക്ക് വേണ്ട ഏറ്റവും വേണ്ടുള്ളൊരു സാധനമാണ്, അത്യാവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റ്. ഉള്ളി മൂത്തുണ്ട്. ഈ ഉള്ളിലോട്ട് നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ച തേങ്ങ വറുത്തരപ്പ് ഇട്ട് ഇതൊന്നും കൂടി മൂപ്പിക്കണം അല്ലേ? വേവിച്ച് വെച്ചതല്ലേ? എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. മൂത്തുണ്ടല്ലേ? ഓക്കെ. ഇനി ഇതെന്ത് ചെയ്യണം? ഇതെടുത്ത് വെന്തെടുത്ത് ഞാൻ അതോടെ ചൊരിയല്ലേ? ഓക്കെ, നമുക്ക് ചൊരിയാം. ഇതിനകത്തും വെള്ളം ഉണ്ടല്ലേ? ഇനി ഇതൊന്ന് വേവിക്കാൻ വെക്കണം. വെന്തതാണ്. ഇതൊന്ന് തിളയ്ക്കാൻ വെക്കണം. ശരിക്കും ആ ഒരു കറുത്തത് ആ ഒരു ഇതിൻ്റെ വേവിച്ച വെള്ളവും കൂടി മിക്സായിട്ട് ഈ ഒരു കളറിലോട്ടാവും അല്ലേ? ഇനിയിപ്പോൾ തിളയ്ക്കണം. തിളച്ച് ഒരൊറ്റ തിളപ്പിൽ സംഭവം റെഡിയാണ്. നമ്മുടെ സ്വാദിഷ്ടമായ പോട്ടിക്കറി റെഡിയാവും. നമുക്കിത് തിളയ്ക്കുന്ന സമയത്തേക്ക് നമുക്ക് നമ്മുടെ പുട്ടിന് പൊടി വരട്ടാം അല്ലേ? നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് എന്ത് പുട്ടാ ചേച്ചി? അരിപ്പൊടിയും കുന്നലിൻ്റെ പൊടിയും അല്ലേ? ഓക്കെ. ഈ കുക്കർ കൊണ്ട് ആരും പേടിക്കണ്ട. നമ്മൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിരട്ടയിൽ വെച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുക്കർ നമ്മളോട് ചൂടാക്കാൻ വെച്ചേക്കുന്നത്. വെള്ളം ഒഴിച്ച് വെച്ചേക്കുന്നത്. വെള്ളം തിളയ്ക്കണം. അതിന് ഞെരുക്കി മയപ്പെടുത്തണം അല്ലേ? പഞ്ഞി പോലെ ഇരിക്കും അല്ലേ? തരിയൊക്കെ അങ്ങ് പൊടിയണം. അത് ശരി. ഇതിനകത്തോട്ട് ചിരട്ട അല്ല, ഒന്നാന്തരം ചിരട്ട. അതിനകത്ത് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ പീരിട്ട് ചിരട്ടയിൽ നമ്മൾ പുട്ടിനുള്ള നനച്ച പൊടി നിറച്ച് അങ്ങാണ്ട് വെച്ചല്ലേ? ആഹാ. അടുത്തത് നമ്മൾ നിറയ്ക്കുകയാണ്. രണ്ടാമത്തെ ആവി വന്നിട്ട് നമ്മൾ മൂടി വയ്ക്കില്ലേ? ഈ ചിരട്ടപ്പുട്ടിൽ നമ്മൾ ഇത് വെച്ചിട്ട് ആവി വരും. ആ ചിരട്ട പൊക്കത്തോടി ഇങ്ങനെ മാവിൻ്റെ ഒക്കെ പൊക്കത്തോടി ശരിക്കും ആവി വരും. ആവിയുടെ പൊക്കത്ത് നമ്മൾ ഒരു ചിരട്ടം കൂടിയിട്ട് അടച്ചു വയ്ക്കും. നമ്മൾ സാധാരണ പുട്ടുവിട്ട് അടച്ചു വയ്ക്കുന്ന പോലെ തന്നെ അല്ലേ? ഉണ്ടാവും അല്ലേ? റെഡിയായി. ഇത്രേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാ നമ്മുടെ പുട്ട്. ഇതണ്ട നമ്മുടെ ചിരട്ടപ്പുട്ട്. നല്ല ആവി വർക്കുള്ള ശരിക്കും ഇവിടെ സന്ധ്യയായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഇടാ അല്ലേ? നല്ല കാറ്റുണ്ട്. സൺസെറ്റ് കാണാം. നല്ല കാറ്റുണ്ട്. പുട്ടും പൊട്ടിക്കറിയും കഴിക്കാം. അതുമാത്രമല്ല കപ്പയും മീൻകറിയും എല്ലാം ഉണ്ടല്ലോ ചേച്ചി ഇവിടെ. ശരി, നമ്മളിപ്പോൾ ചിരട്ടയും വെച്ച് ഈ പുട്ടുണ്ടാക്കുന്നത് എന്താ ശരിക്കും എൻ്റെ ഒരു പ്രത്യേകത? ചിരട്ടപ്പുട്ടും പൊട്ടിയെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചിരട്ടയിൽ വെച്ചിട്ടുണ്ടാക്കുന്നത്. അല്ല, വേറെ എന്തെങ്കിലും ടേസ്റ്റിന് വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അല്ലേ? എല്ലാവർക്കും ഫീൽ ചെയ്യുന്നതാണല്ലോ. ഇപ്പോൾ ചിരട്ടയുടെ അവർ തേങ്ങയുടെ ഒക്കെ ശരിക്കും ഫീല് നല്ലൊരു ടേസ്റ്റ് ആ ഒരു പുട്ടിനുണ്ടാവുന്ന പറഞ്ഞുകൊണ്ടാണ് നമ്മളെപ്പോഴും സാധാ പുട്ടുകുറ്റിയേക്കാളും കൂടുതൽ ഇപ്പം മിക്കവാടത്തും ഇത് തന്നെ. ഞാൻ നോക്കിയപ്പോഴും ചിരട്ടയിൽ തന്നെയാണ്. ഇപ്പോൾ പല വീടുകളിൽ ചിരട്ട യൂസ് ചെയ്യുന്നുണ്ട്. ഈ ചിരട്ടയിൽ നമ്മൾ ഇങ്ങനെ പുട്ടുണ്ടാക്കുന്നത് നല്ല ഫ്ലേവർ കിട്ടും. അതും ആയി എന്നാ തോന്നുന്നത് അല്ലേ? ഒന്നാന്തരം ഈവനിങ് നല്ല കാറ്റൊക്കെ കൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുക. നമ്മളവിടെ ചിരട്ടപ്പുട്ടും പൂട്ടിക്കരൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം തന്നെ അനുചേച്ചി എനിക്ക് വേണ്ടിയിട്ട് അത് നല്ലൊരു പ്ലേറ്റിലാക്കി ഇപ്പോൾ കൊണ്ടുവരും. നല്ല കാറ്റൊക്കെ ഉണ്ട്. നല്ലൊരു ലെഷർ ടൈം നമുക്ക് അപ്പോൾ എൻ്റെ പോട്ടിയും പുട്ടും ചേച്ചിയെ കൊണ്ട് തന്നിരിക്കുകയാണ്.
എന്തായാലും ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ഒന്ന് ആ പൊടിയുടെ ശരിപ്പം ശരിക്കും ആ മസാല ശരിക്കും നല്ലൊരു ഇതുണ്ട്. ആ ഒരു വറുത്തരച്ച രുചി ശരിക്കും നമുക്ക് ഈ പൊടികൾ കിട്ടും. അത് ചേട്ടപ്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒന്നാന്തര സൂപ്പർ പുട്ടാണ്. എനിക്ക് കഴിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് മിണ്ടണ ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് മനസ്സറിഞ്ഞ് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല, ശരീരത്തിൽ പിടിക്കില്ല. അപ്പോൾ ഞാനേ മിണ്ടാണ്ട് കഴിക്കാൻ പോവാം. നല്ല രുചിയുണ്ടാവുകൊണ്ടാണ്. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ഇപ്പോൾ ഇത് മൊത്തം എനിക്ക് കഴിച്ചു തീർക്കേണ്ട ഒരു ഭാരത്തെ ചുമതല എന്തായാലും ഉണ്ട്. ഞാൻ കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.